ഹായ് ഓൾ ഇസ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ചാപ്റ്റർ ആണ് സ്ട്രക്ചർഡ് കൊറി ലാംഗ്വേജിൽ കൊറീസ് റൈറ്റ് ചെയ്യാൻ. കൊറീസ് എങ്ങനെ റൈറ്റ് ചെയ്യടാ, കൊറീസ് ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്നെല്ലാം നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാം. ഓക്കെ, എങ്ങനെ റൈറ്റ് ചെയ്യാം എന്ന് പെട്ടെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Create a table student with the following fields and insert at least 5 records into the table except for the column total. ഓക്കെ, എന്നിട്ട് കുറെ കോള നെയിംസ്, റോൾ നമ്പർ, ഇന്റിജർ, പ്രൈമറി കീ, നെയിം, വർക്കർ ഓഫ് 25, ബാച്ച്, വർക്കർ ഓഫ് 15, അങ്ങനെ ഒരു സ്കീം ആ ടേബിളിലെ സ്റ്റുഡന്റ് ടേബിളിലെ ഒരു സ്കീം തന്നെ കൊടുത്തേ പോണ്ട് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്ത ശേഷം 5 റോസ് ഇൻസർട്ട് ചെയ്യുക. എന്നിട്ട് കുറെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുള്ള കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യേണ്ട സിന്റാക്സ് എന്താ? ക്രിയേറ്റ് ടേബിൾ ടേബിൾ നെയിം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോളൻ നെയിം 1, ഡേറ്റ ടൈപ്പ് കൺസ്ട്രെയിന്റ്, കോമ, കോളൻ നെയിം 2, ഡേറ്റ ടൈപ്പ് കൺസ്ട്രെയിന്റ് എക്സെട്രാ, കോളൻ നെയിം n, ഡേറ്റ ടൈപ്പ് കൺസ്ട്രെയിന്റ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ. ഓക്കെ, അതാണ് സിന്റാക്സ് അല്ലെ. അത് പൊതുരൂപമാണെന്ത് ഈ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇന്റിജർ എന്നാണ്. ഇന്റിജർ അല്ല, ഫസ്റ്റ് കോളൻ എന്താ? റോൾ നമ്പർ ഇടയ്ക്ക് അണ്ടർസ്കോർ കൊടുക്കുക. റോൾ നമ്പർ ഇന്റിജർ, അല്ലെങ്കിൽ ഇൻഡ് കൊടുത്താലും കുഴപ്പമില്ല. ഇന്റിജർ നമുക്ക് ഇൻഡ് കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ ഇൻഡ്, ദെൻ പ്രൈമറി കീ എന്താണ്? പ്രൈമറി കീ, കോമ, നെക്സ്റ്റ് കോളൻ ഏതാടാ? നെയിം. ഡേറ്റ ടൈപ്പ് എന്താടാ? വാർക്കാർ നമുക്ക് നേരെ എഴുതാം, നമുക്ക് സ്പേസ് ഇല്ല. വാർക്കാർ ഓഫ് 20, കോമ, വാർക്കാർ ഓഫ് 20. ഓക്കെ, ദെൻ കോമ 25 ആണ് അല്ലേ, വാർക്കാർ ഓഫ് 25 ആണ് കേട്ടോ. ഓക്കെ, കോമ, നെക്സ്റ്റ് കോളൻ എന്താടാ? ബാച്ച് സ്പേസ് വാർക്കാർ ഓഫ് 50, ക്ലിയർ, കോമ, നെക്സ്റ്റ് കോളൻ എന്താടാ? മാർക്ക് 1, എന്താണ്? മാർക്ക് 1, ദെൻ ഇന്റിജർ അല്ലെ, ഇൻഡ് കൊടുത്താലും കുഴപ്പമില്ല, ഷോർട്ട് ആയിട്ട് കൊടുക്കാം. ദെൻ അടുത്ത എന്താണ്? മാർക്ക് 2, ഡേറ്റ ടൈപ്പ് അതും ഇൻഡ് ആണ് അല്ലെ. ദെൻ മാർക്ക് 3 ഉണ്ടല്ലോ, മാർക്ക് 3 എന്താടാ? ഇൻഡ് ആണ്, കോമ, നെക്സ്റ്റ് വൺ ഈസ് ടോട്ടൽ, അതും ഇൻഡ് ആണ് അല്ലെ, സെമിക്കോളൻ. ഓക്കെ, ഇതാണ് മക്കളെ എന്താ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കാരണം ഈ സ്റ്റുഡന്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ കോളൻ നെയിംസും ഡേറ്റ ടൈപ്പും കൺസ്ട്രെയിന്റ് മാത്രം മതി. അതില്ലെങ്കിൽ കൺസ്ട്രെയിന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൺസ്ട്രെയിന്റ് ഓപ്ഷനിലാണ്, അതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഡേറ്റ ടൈപ്പും ആ കോളനും മസ്റ്റ് ആയിരിക്കണം നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. കുഴപ്പമുണ്ട്, ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഇനി പറയുകയാണ്, ആൻഡ് ഇൻസർട്ട് അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് നമുക്ക് ഇൻസർട്ട് ചെയ്യണം. നമുക്ക് ഒരു റെക്കോർഡ്, ഒരു റോ നമുക്ക് ഇൻസർട്ട് ചെയ്യാം. ഓക്കെ, ഇൻടു ദ ടേബിൾ എക്സെപ്റ്റ് ഫോർ ദ കോളം ടോട്ടൽ കോളം മാത്രം നമുക്ക് ഇൻസർട്ട് ചെയ്യണ്ട, ബാക്കിയെല്ലാം ഇൻസർട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം നോക്കാം. ഇൻസർട്ട് ഇവിടെ തന്നെ ചെയ്യാം. ഇൻസർട്ട് ഇൻടു നമ്മുടെ ടേബിൾ നെയിം എന്താ? ടേബിൾ നെയിം സ്റ്റുഡന്റ് സ്പേസ് വാല്യൂസ്. ഓക്കെ, ബ്രാക്കറ്റ് നേരെ റൈറ്റ് ചെയ്യാം, നമുക്ക് സ്ഥലമില്ലാതെ താഴെ കേട്ടോ. നേരെ റൈറ്റ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് എന്താടാ? റോൾ നമ്പർ ആണ്. റോൾ നമ്പർ ആകുമ്പോൾ എന്താണ്? ഫസ്റ്റ് റെക്കോർഡ് കൊടുക്കാം, 101 കൊടുക്കാം. ഓക്കെ, ദെൻ നെയിം എന്തെടുത്തു? അനിൽ എന്ന് കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോ ഡേറ്റ് ഡേറ്റ ടൈപ്പ്, വാർക്കാർ ഡേറ്റ ടൈപ്പ് അങ്ങനെയൊക്കെ കൊടുക്കുന്ന എന്താണ് പറയുക, കോളൻ നെയിംസിന് എന്ത് കൊടുക്കണം? സിംഗിൾ കോഡ്സ് കൊടുക്കണം, വാല്യൂസ് കേട്ടോ, സിംഗിൾ കോഡ്സ് കൊടുക്കണം. ഓക്കെ, ദെൻ കോമ, ബാച്ച് ആകുമ്പോൾ അതും എന്താടാ? അത് സിംഗിൾ കോഡ്, കാരണം അത് വാർക്കാറിന് കൊടുക്കുന്നത്, അത് ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അത് ഞാൻ സയൻസ് കൊടുത്തു.
സിംഗിൾ കോട്ട്സ് കൊടുത്തു. ക്ലിയർ? നെക്സ്റ്റ് മാർക്ക് വൺ ആണ് എന്താണ് ഇന്റീജർ ആണ്, അപ്പൊ എന്താണ് 25 കൊടുത്തു. ദെൻ മാർക്ക് 2 ആണെങ്കിൽ 75 കൊടുത്തു. മാർക്ക് 3 എന്ത് കൊടുത്തടാ, ഞാൻ 90 കൊടുത്തു. ഓക്കെ, ടോട്ടൽ കൊടുക്കേണ്ട എക്സെപ്റ്റ് ഫോർ ദ കോളം ടോട്ടൽ ഇല്ലയോ, ടോട്ടൽ കോളം നമുക്ക് കൊടുക്കേണ്ടത് പറഞ്ഞപ്പോൾ അവിടെ ചുമ്മാ എടുക്കാൻ പറ്റില്ല, നമുക്കൊരു വാല്യൂ കൊടുക്കണം, ഞള്ളു കൊടുക്കണം. ഞള്ളു കൊടുക്കുന്ന എം ടി വാല്യൂ, അവിടെ ഒരു വാല്യൂസ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ അവിടെ ഒരു വേക്കന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഞൾ വാല്യൂസ് കൊടുക്കണം. അപ്പൊ എന്താണ് ഞള്ളു കൊടുത്തു. ക്ലിയർ? ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ഇനി അടുത്ത റോസ് ഇപ്പൊ ഫസ്റ്റ് ഒരു റെക്കോർഡ് ഇൻസെർട്ട് ചെയ്തു, ഇനി അടുത്ത റെക്കോർഡ് ഇൻസെർട്ട് ആണ് വീണ്ടും ഇൻസെർട്ട് ഇൻറ്റു സ്റ്റുഡന്റ് വാല്യൂസ്, ദെൻ 102 ആ ബിനിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര്, പിന്നെ കൊമേഴ്സ് ബാച്ച് അല്ലെങ്കിൽ കൊമേഴ്സ് ബാച്ച് മാർക്ക് 1ന്റെ മാർക്ക് 2ന്റെ മാർക്ക് 3യുടെ വാല്യൂസ് കൊടുക്കുക, പിന്നെ മാർക്ക് ടോട്ടലിന്റെ അടുത്താണ് നൾ വാല്യൂ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോടാ? അപ്പൊ ഇങ്ങനെയായിരിക്കണം ഇൻസെർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പരീക്ഷ എക്സാമിന് ചോദിക്കുന്നതാണ് ഒരു അഞ്ച് റെക്കോർഡ്സ് ഇൻസെർട്ട് ചെയ്യാൻ ചോദിക്കത്തില്ല, അവർ രണ്ട് റെക്കോർഡ്സ് എങ്കിലും ഇൻസെർട്ട് ചെയ്യാൻ ചോദിക്കണം എക്സാം കേട്ടോ. അപ്പൊ ഓക്കെ അല്ലടാ? ഓക്കെ, ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ഡേറ്റ് ദ കോളം ടോട്ടൽ വിത്ത് ദ സം ഓഫ് മാർക്ക് 1 പ്ലസ് മാർക്ക് 1 മാർക്ക് 2 മാർക്ക് 3. നമ്മുടെ കോളം ടോട്ടൽ ആണെങ്കിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യടാ, ഏതിന്റെയൊക്കെ സം ആകണം, മാർക്ക് 1ന്റെയും മാർക്ക് 2ന്റെയും മാർക്ക് 3യുടെ സം ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പം ഈ ടോട്ടലിനകത്താണെങ്കിൽ നൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, അതിനകത്ത് ടോട്ടലിനകത്ത് ഒന്നും കിടപ്പില്ല. അപ്പൊ ടോട്ടൽ എന്ന് പറയാനല്ലോ നമ്മുടെ മാർക്ക് 1ഉം മാർക്ക് 2ന്റെയും മാർക്ക് 3യുടെ സമ്മായിട്ട് സ്റ്റോർ ചെയ്യാൻ പറയുക അല്ലേ. അതായത് ആ മാർക്ക് 1, അതായത് ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ മാർക്ക് 1 കൊടുത്തേപ്പുണ്ട്, മാർക്ക് 2 കൊടുത്തേപ്പുണ്ട്, മാർക്ക് 3. അപ്പൊ ഇതിന്റെ ടോട്ടൽ എന്താണ്, ഇതിന്റെ സം ഇവിടെ സ്റ്റോർ ചെയ്യണം, ടോട്ടൽ എന്ന് പറഞ്ഞ കോളത്തിലൂടെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിടാ നോക്കാം. എങ്ങനെ ചെയ്യാടാ? ഫോർ എക്സാമ്പിൾ നോക്കാം. അപ്ഡേറ്റ് എന്നാണ് ഏത് കമാൻഡ്? അപ്ഡേറ്റ് കമാൻഡ് എന്നാണ്. അപ്ഡേറ്റ് സ്റ്റുഡന്റ് അപ്ഡേറ്റ് ടേബിൾ എന്നാണ്. അപ്ഡേറ്റ് ടേബിൾ സ്റ്റുഡന്റ്, അപ്ഡേറ്റ് ടേബിൾ നെയിം സ്റ്റുഡന്റ് അല്ലെ. സ്റ്റുഡന്റ് പിന്നെ സെറ്റ് കോളം നെയിം എന്താണ്, ടോട്ടൽ. സെറ്റ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ഇതിന്റെയൊക്കെ സമ്മാടാ മാർക്ക് എന്താണ്, മാർക്ക് 1ന്റെയും മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3. ഓക്കേടാ, അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞ കോളാണെങ്കിൽ മാർക്ക് 1ന്റെയും മാർക്ക് 2ന്റെയും മാർക്ക് 3യുടെ ആണെങ്കിൽ സമ്മായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ക്ലിയർ ആടാ? ഓക്കെ, അപ്പൊ അതങ്ങനെ സെറ്റ് ആയി വെച്ചു. കാരണം അപ്പൊ എന്താണ്, നമ്മളിപ്പോ ഓട്ടോമാറ്റിക്കലി മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എൻ്റർ ആക്കുമ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞ കോളത്തിലാണെങ്കിൽ എന്താണ് നമ്മൾ മാർക്ക് 1ലും മാർക്ക് 2ലും മാർക്ക് 3 എൻ്റർ ആക്കുന്നത്, അതിന്റെ സം അവിടെ സ്റ്റോർ ആവും, ടോട്ടൽ സ്റ്റോർ ആവും. ഓക്കെ, ക്ലിയർ ആടാ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലിസ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കൊമേഴ്സ് ബാച്ചുള്ള സ്റ്റുഡൻസിനെ മാത്രം ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാടാ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ നോക്കാം. അപ്ഡേറ്റ് വേണ്ട, സെലക്ട് സ്റ്റാർ എന്നാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. ആരുടെ? ആ കൊമേഴ്സ് ബാച്ചിന്റെ. നമ്മുടെ ഈ ബാച്ച്, നമ്മുടെ ഈ കൊമേഴ്സ്, ഈ പറഞ്ഞ സയൻസ് എന്ന് പറഞ്ഞ ബാച്ച് ഇരിക്കുന്ന ഏത് കോളത്തിലാടാ? ആ ബാച്ച് കോളം അല്ലെ. അപ്പൊ ബാച്ച് ഇസിക്കൽ ടു ആ കോളം നമുക്ക് അതേപോലെ തന്നെ കൊടുക്കണം. ബാച്ച് ഇസിക്കൽ ടു കൊമേഴ്സ് സെമികോളൻ. ക്ലിയർ ആടാ? കൊമേഴ്സ്. ഓക്കെ, അപ്പൊ കൊമേഴ്സ് ബാച്ചുള്ള സ്റ്റുഡൻസിനെ മാത്രം ഡീറ്റെയിൽസ് ലിസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിസ്പ്ലേ ദി നെയിം ആൻഡ് ടോട്ടൽ മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഫെയിൽഡ്. ആരാണ് ഫെയിൽ ആയിട്ട് സ്റ്റുഡൻസ് അവരുടെ മാത്രം നെയിമും ടോട്ടൽ മാർക്കും ഡിസ്പ്ലേ ചെയ്യുക. എങ്ങനെ ചെയ്യാണ് നോക്കാം. വളരെ സിമ്പിൾ അല്ലേടാ. സെലക്ട് നെയിം ടോട്ടൽ മാർക്സ് ഉള്ള ഒരു കോളൻ നെയിം ഇല്ല. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞ കോളൻ നെയിം ആണുള്ളത് അല്ലെ. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞ കോളൻ നെയിമേ ഉള്ളു, നെയിം എന്ന് പറഞ്ഞ കോളൻ നെയിം ഉണ്ട് അല്ലെ. അപ്പൊ നെയിം ടോട്ടൽ ഫ്രം സ്റ്റുഡന്റ് വെയർ കണ്ടീഷൻ പറയുന്നത് വെയർ ഹു ആർ ഫെയിൽഡ്. ആരാണ് ഫെയിലായതിന്റെ കണ്ടീഷൻ പറഞ്ഞ ടോട്ടൽ ലെസ് ദാൻ 90 ഉള്ള ആൾക്കാരെ എല്ലാം ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാം. അപ്പൊ എന്നാൽ ടോട്ടൽ ലെസ് ദാൻ 90. ഇവിടെ പറഞ്ഞേ പോണില്ലേ, ഫെയിൽ ആയുള്ള സ്റ്റുഡൻസിന്റെ മാത്രം ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നെയിമും ടോട്ടൽ മാർക്സും പ്രിന്റ് ചെയ്യുക. ഓക്കെ, ആ ഫെയിൽ ആയതിന്റെ കണ്ടീഷൻ എന്താടാ? ആ ടോട്ടലിന്റെ വാല്യൂ 90ക്കാളും ചെറുതായിരിക്കണം. ക്ലിയർ ആയോടാ? അപ്പൊ ടോട്ടൽ ലെസ് ദാൻ 90 സെമിക്കോളൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? ഓക്കെ,
നെക്സ്റ്റ് നോക്കാം. ഡിസ്പ്ലേ ദി നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ആൻഡ് ബാച്ച് ബേസ്ഡും പിന്നെ ആണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലും ആണെങ്കിൽ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ നെയിമും ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്യുക. ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെ നോക്കാം. സെലക്ട് നെയിം ബാച്ച് ഫ്രം സ്റ്റുഡന്റ്. ഓക്കെ. ഓർഡർ ബൈ ഇതിനെ ഏതിന്റെയൊക്കെ ബേസിലാടാ നമുക്ക് ഇതിനെ ഓർഡർ ചെയ്യേണ്ടത്? ആൽഫബറ്റിക്കൽ ഓർഡർ അഥവാ നെയിമിന്റെ ബേസിലും ബാച്ചിന്റെ ബേസിലും നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യണം. എങ്ങനെയാടാ? അപ്പൊ ഓർഡർ ബൈ ഏതിന്റെ ബേസിലടാ? ആൽഫബറ്റിക് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിം അല്ലേ? അപ്പൊ നെയിം ബാച്ച്. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഓക്കേടാ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ലാബ് എക്സാമിന് വെക്കുന്നുണ്ട്, ഫൈനൽ എക്സാമിന് എല്ലാ തിയറി പരീക്ഷയും വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ് കേട്ടോ. നിങ്ങൾ ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. ഇനി ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് പാട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. പാട്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലായെങ്കിൽ നിങ്ങൾ അതിന്റെ അഭിപ്രായം, നിങ്ങൾ അതിന്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മാക്സിമം എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം എല്ലാവരും കാണട്ടെ കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ റൈറ്റ് ചെയ്യുക. അതിന്റെ കൊറീസിന്റെ ഒരു ചാപ്റ്റർ നിങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെ ആപ്പിലാണെങ്കിലും ഈ ഒരു നമ്മുടെ സ്ട്രക്ചർഡ് കൊറി ലാംഗ്വേജ് എല്ലാം നമ്മൾ കൊറീസ് എല്ലാം നമ്മൾ ചെയ്ത് നല്ല ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് കേട്ടോ. അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡേറ്റ ടൈപ്സ് പഠിപ്പിച്ചു, കൺസ്ട്രെയിൻസ് പഠിപ്പിച്ചു. അപ്പൊ അതിന്റെയൊക്കെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അറിയാത്തവർക്ക് ഒരു തുടക്കക്കാർക്കും മനസ്സിലാകുന്ന ഒരു സെക്ഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.